ക്രൂശ് ഒരു അവസാനമല്ല, ക്രൂശീകരണം ഒരു അവസാനമല്ല. ദുഃഖത്തിന്റെ ഒരു വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദുഃഖത്തിന്റെ ഭയാനകതയുടെ ക്രൂശീകരണത്തിന്റെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, സങ്കടത്തിന്റെ ആശങ്കയുടെ ഒരു ശനിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇതാ പുതിയ ഒരു സന്ദേശം, പുനരുദ്ധാനത്തിന്റെ സന്ദേശം, ഒരു പുതിയ ഉയർപ്പിന്റെ സന്ദേശം ഞായറാഴ്ച അടുത്ത പ്രഭാതത്തിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. നിങ്ങളിൽ എത്രയോ പേർ സങ്കടത്തിന്റെ, വേദനയുടെ, ക്രൂശിന്റെ സന്ദേശത്തിലൂടെ യാത്ര ചെയ്യുന്നു, ഭയത്തിന്റെ സന്ദേശത്തിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ തവണ നിങ്ങൾ പറഞ്ഞു, അയ്യോ എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഈ ജീവിതത്തെ വെറുക്കുന്നു. എത്രയോ തവണ നിങ്ങൾ പറഞ്ഞു, ആരാണ് എനിക്ക് ഇത്ര വേദനാജനകമായ ജീവിതം തന്നത്? എത്രയോ തവണ നിങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ജീവിതം വേണ്ട, എവിടെങ്കിലും പോയി എനിക്ക് അസ്തമിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഈ മനോഹര നിമിഷത്തിൽ ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ ദാനമാണ്. യുവർ ലൈഫ് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവം നിങ്ങൾക്ക് നൽകിയ മനോഹരമായ ഒരു സമ്മാനമാണ് നിങ്ങളുടെ ജീവിതം. ആ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്. വേദനകളും കഷ്ടതകളും കണ്ണുനീരുമുള്ള ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഇത് തീരുന്നില്ല. ഇതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട് സ്നേഹിതരെ. മരണത്തിന് അപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കുവാൻ ഈ കുരിശിന്റെ ചുവട്ടിലേക്ക് വരിക. യേശു ക്രിസ്തു നിങ്ങളെ കാത്തിരിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ ആഗ്രഹിക്കുന്നവർ, എന്റെ ജീവിതം ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, എന്റെ പാപഭംഗിരമായ ജീവിതത്തിലേക്ക് യേശുവേ നീ വരണമേ എന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഞാൻ സഹിക്കുന്ന ഈ ക്രൂശിന്റെ ഭാരം അത് വളരെ അധികമാണ്, എന്നാൽ ക്രിസ്തുവിൽ എനിക്ക് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, കുടുംബജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനത്തിനായി ആഗ്രഹിക്കുന്നവർ, ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ആ കണ്ണുകളെ അടയ്ക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു. എന്ത് ഭാരമാണെങ്കിലും, എന്ത് പ്രയാസമാണെങ്കിലും യേശുവിനോട് നിങ്ങൾ പറയുക. ഒരു നല്ല സ്നേഹിതനെ പോലെ യേശു ക്രിസ്തു നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ കേൾക്കുന്നു. ക്രിസ്തു നൽകുന്ന നിയോഗത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.